നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കറണ്ട് അഫെയർ സീരീസിലെ 2025 ക്ലാസ്സാണ് കേട്ടോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് MT വാസുദേവൻ നായരെക്കുറിച്ചാണ്. ആരാണ്? പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരെക്കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹം എന്നാണ് അന്തരിക്കുന്നത്? 2024 ഡിസംബർ 25 ശ്രീ MT വാസുദേവൻ നായർ അന്തരിക്കുന്നത്. എന്നാണ് അന്തരിച്ചത്? 2024 ഡിസംബർ 25. ഓക്കെ, 2024 ക്രിസ്മസ് ദിനത്തിലാണ് MT വാസുദേവൻ നായർ അന്തരിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ MT വാസുദേവൻ നായർ ജനിക്കുന്നത് എന്നാണ്? 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിക്കുന്നത്. MT സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് 1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. അപ്പോൾ മികച്ച സിനിമയ്ക്കുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ച MTയുടെ സിനിമ ഏതാണ്? നിർമ്മാല്യമാണ്. നിർമ്മാല്യം. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞേ? MT വാസുദേവൻ നായർ ജനിക്കുന്നത് എന്നാണ്? 1933 പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ഏത് സ്ഥലം? കൂടല്ലൂർ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. 2024 ഡിസംബർ 25 അദ്ദേഹം അന്തരിക്കുന്നത്. MT സംവിധാനം ചെയ്ത സിനിമയാണ് നിർമ്മാല്യം. ഈ സിനിമയ്ക്ക് 1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കാലം എന്ന അദ്ദേഹത്തിൻ്റെ നോവലിന്, MT വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് കാലം. കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. MT വാസുദേവൻ നായരുടെ കാലം എന്ന നോവലിന് ഏത് അവാർഡാണ് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയായിട്ടുള്ള രണ്ടാം ഊഴത്തിന് 1984 വയലാർ അവാർഡും ലഭിച്ചു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ലഭിച്ച പുരസ്കാരങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള നിർമ്മാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. രണ്ടാം ഊഴം എന്ന നോവലിന് 1984 വയലാർ അവാർഡ് ലഭിച്ചിരുന്നു. ഓക്കെ ആണല്ലോ. 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അപ്പോൾ ജ്ഞാനപീഠം ലഭിച്ച മലയാളികളിൽ ഒരാളാരാണ്? MT വാസുദേവൻ നായരാണ്. 1995 ജ്ഞാനപീഠം MT വാസുദേവൻ നായർക്ക് ലഭിക്കുന്നത്. എത്ര പേർക്കാണ് ആകെ ജ്ഞാനപീഠം മലയാളത്തിൽ നിന്ന് ലഭിച്ച? മലയാളികളായിട്ടുള്ള കവികൾക്ക് എത്ര പേർക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് അറിയാവോ? കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയൂ. എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? അതിൽ ഒരാളാരാണ്? MT വാസുദേവൻ നായരാണ്. 1995 ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 2005 MT വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരുന്നു. 2005 പത്മഭൂഷൺ ലഭിക്കുന്നത്. അദ്ദേഹത്തിന് പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട്. 2005 എന്ത് ലഭിക്കുന്നു? പത്മഭൂഷൺ ലഭിക്കുന്നു. 2011 എഴുത്തച്ഛൻ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് ലഭിക്കുന്നത്. 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പുരസ്കാരങ്ങളാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഏതാണ്? കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. രണ്ടാം ഊഴം 1984 വയലാർ അവാർഡ്. ഓക്കെ, രണ്ടാം ഊഴത്തിനാണ് വയലാർ അവാർഡ് എന്ന് ആലോചിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഊഴത്തിലാണ് അദ്ദേഹം വയലിലേക്ക് ഇറങ്ങിയെന്ന് ജസ്റ്റ് ചുമ്മാ ആലോചിച്ച് വെച്ചേക്കാണ്. ഏത് കൃതിക്കാണ് വയലാർ അവാർഡെന്ന് ഓർക്കാൻ വേണ്ടി വയലിലേക്ക് ഇറങ്ങിയത് രണ്ടാമതാണെന്ന് ആലോചിക്കുക. അപ്പോൾ വയലാർ അവാർഡാണ് രണ്ടാം ഊഴം എന്ന കൃതിക്ക് ലഭിച്ചത്. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിരുന്നു. 2005 പത്മഭൂഷൺ ലഭിക്കുന്നത്. ഏത് വർഷമാണ് പത്മഭൂഷൺ? 2005. അതായത് ജ്ഞാനപീഠം ലഭിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു 2005. 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന് MT വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2011. ഓക്കെ, 2022 കേരള സർക്കാർ കേരള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത്. 2022 കേരള സർക്കാർ കേരള ജ്യോതി പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ കേരള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത്. അതിൽ കേരള ജ്യോതി പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. ആദ്യമായിട്ട് കേരള ജ്യോതി പുരസ്കാരം കൊടുക്കുമ്പോൾ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. കേട്ടോ, കേരള ജ്യോതി, കേരള പ്രഭ, അങ്ങനെയാണ് പുരസ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ കേരള ജ്യോതി പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2022 MT വാസുദേവൻ നായർക്ക് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2025 മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. 2024 ഡിസംബർ 25 അദ്ദേഹം അന്തരിച്ചു. 2025 രാജ്യം പത്മവിഭൂഷൺ നൽകി എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആദരിച്ചു.
ഓക്കെ ആണല്ലോ. അപ്പോൾ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? 2024 ഡിസംബർ 25 അദ്ദേഹം അന്തരിക്കുന്നു. 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ആര് ജനിച്ചത്? എം ടി വാസുദേവൻ നായർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് 1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചു. കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. രണ്ടാം മൂഴം എന്ന നോവലിന് 1984 വയലാർ അവാർഡ് ലഭിച്ചു. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. 2005 പത്മഭൂഷണം, 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷണം ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് ലഭിക്കുന്നത്. 2022 കേരള സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും ലഭിച്ചതാർക്കാണ്? എം ടി വാസുദേവൻ നായർക്കാണ്. പോയിന്റുകൾ ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. എം ടി വാസുദേവൻ നായരുടെ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് എം ടി വാസുദേവൻ നായരുടെ സ്മാരകം നിലവിൽ വരുന്നത്. അപ്പോൾ എം ടി വാസുദേവൻ നായരെ കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ചിത്രം മനസ്സിൽ നിന്നിട്ടുണ്ടല്ലോ. 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം ടി വാസുദേവൻ നായർ ജനിക്കുന്നത്. 2024 ഡിസംബർ 25 അദ്ദേഹം അന്തരിക്കുന്നത്. നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണ്ണ മെഡൽ, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഏതാ? രണ്ടാം മൂഴത്തിന് വയലാർ അവാർഡ്. 2011 എഴുത്തച്ഛൻ പുരസ്കാരം. 1995 ജ്ഞാനപീഠം. 2005 പത്മഭൂഷൺ. 2025 പത്മവിഭൂഷൺ. അപ്പോൾ ഈ അവാർഡുകളെല്ലാം കൃത്യമായിട്ട് വർഷങ്ങൾ വെച്ച് തന്നെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഇന്ത്യയുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? നമ്മൾ രണ്ടാം മൂഴം, കാലം അതൊക്കെ പറഞ്ഞല്ലേ. ഇനി എം ടിക്ക് മറ്റ് പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, കാലം തുടങ്ങിയവയൊക്കെ എം ടിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, കാലം. പിന്നെ ഏതാ? അസുരവിത്ത്. ഏതാണ്? അസുരവിത്ത്. ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും. ഇതെല്ലാം എം ടിയുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ചിലതാണ്. ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, കാലം, അസുരവിത്ത്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും. ഇതെല്ലാം ആരുടെ കൃതികളാണ്? എം ടി വാസുദേവൻ നായരുടെ കൃതികളാണ്. ഓക്കെ. ഈ ഇടയ്ക്ക് അദ്ദേഹം അന്തരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃതികളൊന്നും കൂടി പറയാം. ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, കാലം, അസുരവിത്ത്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും. ഇതുകൂടാതെ ഏതുണ്ട്? രണ്ടാം മൂഴുണ്ട്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ളൊരു നോവലാണ് ഏതെന്ന് പറയുന്നത്? രണ്ടാം മൂഴ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് എന്താണ്? എം ടി വാസുദേവൻ നായരെക്കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലുകളിലൂടെയും ജനങ്ങളെ അറിയിക്കുന്നതിന് ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ്? എന്താണ്? കവചം. എന്താണ്? കവചം. അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലുകളിലൂടെയും ജനങ്ങളെ അറിയിക്കുന്നതിന് ആരംഭിച്ച സംവിധാനമാണ് ഏത്? കവചം. എന്ത് പോയിന്റാണ് പറഞ്ഞത്? അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലുകളിലൂടെയും ജനങ്ങളെ അറിയിക്കുന്നതിന് ആരംഭിച്ച സംവിധാനമാണ് ഇത്? കവചം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥാണ്. മുൻ ISRO ചെയർമാനായിട്ടുള്ള എസ് സോമനാഥിനാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. അപ്പോൾ അതിതീവ്ര ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലുകളിലൂടെയും ജനങ്ങളെ അറിയിക്കുന്നതിന് ആരംഭിച്ച സംവിധാനമാണ് കവചം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥിനാണ്. ഓക്കെ ആണല്ലോ. 2024 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? 2024 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാകർ, ചെസ് ചാമ്പ്യനായിട്ടുള്ള ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് ആയിട്ടുള്ള പ്രവീൺ കുമാർ. ഇങ്ങനെ 4 പേർക്കാണ് എന്ത് ലഭിക്കുന്നത്? ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കുന്നത്. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. മനു ഭാകർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഓക്കെ. മനു ഭാകർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഷൂട്ടിംഗ് താരമാണ്. ഡി ഗുഗേഷ് ചെസ് ചാമ്പ്യനാണ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി ടീം ക്യാപ്റ്റനായിരുന്നു. നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ പോയ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ആര്? ഹർമൻപ്രീത് സിംഗ്. പിന്നെ ആരാണ്? പ്രവീൺ കുമാർ. പാരാ അത്ലറ്റിക് ആയിട്ടുള്ള പ്രവീൺ കുമാറുമാണ് 2024 ഖേൽരത്ന പുരസ്കാരം നേടിയവർ.
ഓക്കെ ആണല്ലോ, 4 പേരെ ഓർത്ത് വെച്ചേക്കുക. ഷൂട്ടിംഗ് താരം മനു ഭാകർ, ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് പ്രവീൺ കുമാർ. നെക്സ്റ്റ് പോയിന്റ്, 2025 മലേഷ്യയിൽ നടന്ന അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് എന്നാണ്. 2025 മലേഷ്യയിൽ നടന്ന അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വിജയി ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. എവിടെ വെച്ചാണ് നടന്നത്? അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് എവിടെ വെച്ചാണ് നടന്നത്? മലേഷ്യയാണ്. അപ്പം വേദി ചോദിച്ചാൽ എവിടെയാണ്? മലേഷ്യയാണ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി മലേഷ്യ. വിജയിച്ചത് ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. ദക്ഷിണാഫ്രിക്ക 2025 മലേഷ്യയിൽ നടന്ന അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് വിജയി ഇന്ത്യ. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവരും ക്ലിയർ ആയി. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരാണ്? യാനിക് സിന്നറാണ്. ആരാണ്? യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയിയാണ് യാനിക് സിന്നർ. ഇറ്റലി താരമാണ് യാനിക് സിന്നർ. പുരുഷ വിഭാഗം വിജയിയാണ്. ഓക്കെ ആണല്ലോ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി ആരാണ്? മാഡിസൺ കെയ്സ് ആണ്. അമേരിക്കൻ താരമായിട്ടുള്ള മാഡിസൺ കെയ്സ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയി എന്ന് പറയുന്നത്, വനിതാ വിഭാഗം വിജയി. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 പുരുഷ വിഭാഗം വിജയി യാനിക് സിന്നറാണ്. വനിതാ വിഭാഗം വിജയി മാഡിസൺ കെയ്സ് ആണ്. ഓക്കെ, യാനിക് സിന്നറിൻ്റെ രാജ്യം ഇറ്റലി, മാഡിസൺ കെയ്സ് അമേരിക്ക. ഓക്കെ, 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2025 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി യാനിക് സിന്നർ, വനിതാ വിഭാഗം വിജയി മാഡിസൺ കെയ്സ്. 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്